വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന്റെ കമ്മീഷനിങ് മെയ് 2 രാവിലെ 11 മണിക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിർവഹിക്കും. കേരളത്തിന്റെ ചരിത്ര നിമിഷമാണിതെന്ന് മന്ത്രി വി എൻ വാസവൻ ഇന്ന് മാധ്യമങ്ങളെ കണ്ട ഒരു ഘട്ടത്തിൽ പറയുകയുണ്ടായി. LDF സർക്കാരിന്റെ ഇച്ഛാശക്തി കൊണ്ട് 2028 തുറമുഖത്തിന്റെ എല്ലാ ഘട്ട പ്രവർത്തനങ്ങളും പൂർത്തിയാകുമെന്നും നേരത്തെ തന്നെ വരുമാനം ലഭിച്ചുതുടങ്ങുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. ഈ ആരോപണങ്ങൾക്കൊക്കെയുള്ള കൃത്യമായ മറുപടിയാണെന്ന് മന്ത്രി വാർത്താസമ്മേളനത്തിൽ നൽകിയത്. ഷീജ നൽകും സമഗ്ര വിവരങ്ങൾ. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം അതിന്റെ കമ്മീഷനിങ്ങിലേക്ക് അടുത്തിരിക്കുകയാണ്. മറ്റന്നാളാണ് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം പ്രധാനമന്ത്രി രാജ്യത്തിന് സമർപ്പിക്കുന്നത്. ഇതിനു വേണ്ടിയിട്ടുള്ള എല്ലാവിധത്തിലുള്ള മുന്നൊരുക്കങ്ങളും പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ട് എന്ന് തന്നെയാണ് മന്ത്രി വി എൻ വാസവൻ വ്യക്തമാക്കിയത്. മെയ് 2 രാവിലെ 11 മണിയോടുകൂടിയായിരിക്കും പ്രധാനമന്ത്രി വിഴിഞ്ഞം തുറമുഖം ഉദ്ഘാടനം ചെയ്യുക, കമ്മീഷനിങ് ചെയ്യുക. ഏതായാലും ഇതിനു മുൻപ് തന്നെ വിഴിഞ്ഞം തുറമുഖത്തിന്റെ കമ്മീഷനിലേക്ക് കാര്യങ്ങൾ എത്തുന്നതിന് മുൻപ് തന്നെ വിഴിഞ്ഞം അന്താരാഷ്ട്ര തലത്തിൽ വലിയ ശ്രദ്ധ പിടിച്ചുപറ്റി കഴിഞ്ഞിട്ടുണ്ട്. ചരിത്ര നേട്ടം സ്വന്തമാക്കിയാണ് വിഴിഞ്ഞം തുറമുഖത്തിന്റെ ഓരോ ഘട്ടവും മുന്നോട്ട് പോകുന്നത് എന്നത് തന്നെയാണ് മന്ത്രി വ്യക്തമാക്കിയത്. നമുക്ക് മുമ്പ് പറഞ്ഞിരുന്നത് ഇതെല്ലാം തീർന്നു കഴിഞ്ഞ് ഒന്നാം ഘട്ടത്തിന്റെ വെച്ച് 15 വർഷത്തിന് ശേഷം നമുക്ക് വിഹിതം പറഞ്ഞിരുന്നിടത്ത് നമുക്കിപ്പോൾ 2034 മുതൽ ഈ 4 ഘട്ടവും പൂർത്തീകരിച്ചു വരുന്ന ആകെ വരുമാനത്തിൻ്റെ അംശം കിട്ടിത്തുടങ്ങും എന്നുള്ളതാണ് പുതിയ നമ്മളുണ്ടാക്കിയ കരാറിൻ്റെ മേന്മ. അതാണ് എടുത്തു പറയുന്നത്. 2034 മുതൽ അത് വരുമാനം വന്നു തുടങ്ങും. അപ്പോൾ പഴയതിനേക്കാൾ കൂടുതൽ നമുക്ക് വേഗത്തിൽ പോർട്ട് തീരുകയും ചെയ്യുന്നു, ഒപ്പം വരുമാനം നമുക്ക് നേരത്തെ കിട്ടുകയും ചെയ്യുന്നു എന്ന രൂപത്തിൽ പുതിയ കരാർ നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞു. അതൊരു നേട്ടമാണ്. കൃത്യമായ രീതിയിൽ 1996 മുതലുള്ളതാണ് വിഴിഞ്ഞത്തിന്റെ നാൾ വഴിക്ക് തുടക്കമാകുന്നത്. 96 മുതലാണ് എന്നുള്ളത് എടുത്തു പറയേണ്ടത് തന്നെയാണ്. നായനാർ സർക്കാരിന്റെ കാലത്താണ് ഈ ഒരു ആശയം രൂപപ്പെടുന്നത്. അവിടെ നിന്നും 2025 എത്തി നിൽക്കുമ്പോൾ ആ തുറമുഖത്തിന്റെ ആദ്യ ഘട്ടം അത് കമ്മീഷനിങ്ങിന് വേണ്ടി തയ്യാറായിരിക്കുന്നു, സജ്ജമായിരിക്കുന്നു. 2024 ഏപ്രിലോടുകൂടിയാണ് വിഴിഞ്ഞം തുറമുഖത്തിന്റെ ട്രയൽ റൺ ആരംഭിച്ചിട്ടുണ്ടായിരുന്നത്. ട്രയൽ റണ്ണിന്റെ കാലയളവിൽ തന്നെ അന്താരാഷ്ട്ര തലത്തിൽ, അതായത് MSC എന്ന് പറയുന്ന MSCയുടെ വലിയ പടുകൂറ്റൻ കപ്പലുകളാണ് ഇങ്ങോട്ടേക്ക് ട്രയൽ റണ്ണിന്റെ സമയത്ത് തന്നെ വിഴിഞ്ഞം തുറമുഖത്ത് എത്തിയത്. ഇതിനകം 285 കപ്പലുകളാണ് ഇവിടെ വിഴിഞ്ഞം തുറമുഖത്ത് നങ്കൂരമിട്ടത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ദുബായ് തുറമുഖത്തോ അല്ലെങ്കിൽ കൊളംബോ തുറമുഖത്തോ പോലും നങ്കൂരമിടാത്ത വലിയ ചരക്ക് കപ്പലുകൾ വിഴിഞ്ഞം തുറമുഖത്ത് സുഗമമായ രീതിയിൽ നങ്കൂരമിടുന്നു എന്നുള്ളത് തന്നെയാണ് വിഴിഞ്ഞം തുറമുഖത്തിന് അന്താരാഷ്ട്ര തലത്തിൽ വരെ വലിയ ശ്രദ്ധ പിടിച്ചുപറ്റാൻ കാരണമാകുന്നത് എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ്. അതിനൊപ്പം തന്നെ ഏകദേശം 5.85 ലക്ഷം TEU കണ്ടെയ്നറുകൾ കൈകാര്യം ചെയ്യുന്ന നിലയിലേക്ക് വിഴിഞ്ഞം ഇതിനകം എത്തി എന്നുള്ളതും കൂടിയാണ്. ഒപ്പം തന്നെ മന്ത്രി പറഞ്ഞ മറ്റൊരു കാര്യം, വിഴിഞ്ഞത്തെ സംബന്ധിച്ചിടത്തോളം നേരത്തെ ഉണ്ടാക്കിയ കരാർ, അതായത് UDF സർക്കാരിന്റെ കാലത്തുണ്ടാക്കിയ അടിസ്ഥാന കരാറിൽ മാറ്റം വരുത്തിയാണ് LDF സർക്കാർ 2016 ഈ പദ്ധതി പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുന്നതും മുന്നോട്ട് കൊണ്ടുപോകുന്നതും. അതിന്റെ ഭാഗമായി തന്നെ പദ്ധതിയിൽ കരാറിൽ വരുത്തിയ മാറ്റത്തിന്റെ അടിസ്ഥാനത്തിൽ 2028 പദ്ധതി പൂർണ്ണമായും പൂർത്തിയാകും. അതായത് വിഴിഞ്ഞം തുറമുഖത്തിന്റെ 2, 3, 4 ഘട്ട പ്രവർത്തനങ്ങൾ പൂർണ്ണമായും പൂർത്തിയാക്കി അതിന്റെ കമ്മീഷനിങ് പൂർണ്ണതോതിലുള്ള കമ്മീഷനിങ് നടത്താൻ സാധിക്കും എന്നുള്ള കാര്യമാണ്. അപ്പോൾ നേരത്തെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കി നേരത്തെ വരുമാനത്തിലേക്ക് കടക്കുന്ന രീതിയിലേക്ക് വിഴിഞ്ഞത്തിന് എത്താൻ സാധിക്കും എന്നുള്ളതാണ്. ഏതായാലും ഇനിയിപ്പോൾ കമ്മീഷനിങ് കൂടി കഴിയുമ്പോൾ വിഴിഞ്ഞത്തിന്റെ സാധ്യത അത് കൂടുതൽ മെച്ചപ്പെടുന്നു. കൂടുതൽ സാധ്യത രാജ്യത്തിന് തന്നെ വലിയ രീതിയിലുള്ള വരുമാനം ലഭിക്കുന്നതിലേക്ക് കാര്യങ്ങൾ എത്തുന്നു എന്നതുകൂടിയാണ് ഇതിലൂടെ സാധ്യമാകുന്നത് എന്ന കാര്യം തന്നെയാണ് മന്ത്രി വ്യക്തമാക്കിയത്. ശരി, വ്യക്തമാണ്. ഷീജയാണ് വിവരങ്ങൾ നൽകിയത്.